ഹലോ, ഡെയിലി ഡിഷ് 992വിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ്. കുറച്ചുകൂടെ ചെറിയതായി തരിതരിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റോറിൽ പോയപ്പോൾ മേടിച്ചതാണ്. ഇത് ഗോതമ്പിൻ്റെ നുറുക്ക് റവയാണ്. എല്ലാവരും ഇതൊന്ന് മേടിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇതിനു വേണ്ടി നമ്മളിവിടെ ക്യാരറ്റ്, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിയണം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. ഉള്ളി ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉള്ളിയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ബാക്കിയുള്ള ചേരുവ കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഇഞ്ചി, 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് പച്ചമുളക് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വേവാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് വൈകുന്നേരത്തെ ചായക്കും രാവിലത്തെ ചായക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതും അങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് റവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഗോതമ്പ് നുറുക്കിൻ്റെ റവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പ് നുറുക്കിൻ്റെ ഈ ഉപ്പുമാവ്. കുറച്ച് എരിവും കൂടി കൂടുതലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി റവ ഇട്ട് കൊടുക്കണം. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. രാത്രിയായാലും രാവിലെ ആയാലും ഒക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാം. ഇത് ഇടുന്നതിനനുസരിച്ച് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും. കട്ടയിട്ട് പിടിക്കില്ല. റവ ഇടുന്നതിന് മുമ്പ് വെള്ളത്തിന് ആവശ്യമായ ഉപ്പും കൂടി ഇടണം കേട്ടോ. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. നമ്മൾ സ്ലോ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. സ്ലോ ഫ്ലെയിമിൽ ഇത് പതിയെ കുക്കായാൽ മതിയാവും. ചെറുതായിട്ടായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. ഇതൊന്നും കൂടി മൂടി വെച്ച് വേവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി മൂടി വയ്ക്കാം. ഇതൊന്ന് കയ്യിൽ കൊണ്ട് പരത്തി വെച്ചിട്ട് നമുക്കൊന്നും കൂടി മൂടി വയ്ക്കണം. മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് മതിയാകും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. ചൂടോടെ കഴിക്കുക. പഴവും കൂട്ടി കഴിക്കാം, കറിയും കൂട്ടി കഴിക്കാം. പക്ഷേ ഈ ഉപ്മാവിന് എരിവുണ്ടെങ്കിൽ കറി വേണമെന്നില്ല. പപ്പടവും പഴവും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാം. ഇഷ്ടമുള്ളതുപോലെ കഴിക്കാം. നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.